ഹലോ ഗൈസ്, എല്ലാവർക്കും 44Xന്റെ മറ്റൊരു പുതിയ എപ്പിസോഡ് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഫോറക്സിൽ അഥവാ വേറെ പല ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ എന്തുകൊണ്ടാണ് പൈസ നഷ്ടപ്പെടാൻ കാരണം എന്നതിൻ്റെ മേജർ 5 റീസൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. നമ്മുടെ പല വീഡിയോസും പെൻഡിങ്ങിലാണ്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന് തോന്നി. പലവർക്കും തെറ്റുപറ്റുന്നത് ഈ 5 കാര്യങ്ങളിലാണ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രഷറാണ്. അപ്പോൾ എന്താണ് ഈ സൈക്കോളജിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രേഡിങ്ങിനെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ട്രേഡിങ്ങിനെ എപ്പോഴും ഒരു പാസീവ് ഇൻകം ആയിട്ട്, അതായത് നമുക്ക് വേറെ പല ഇൻകം സോഴ്സ് ഉണ്ടെങ്കിലും ട്രേഡിങ്ങിനെ അതിനോടൊപ്പം വേറൊരു ഇൻകം സോഴ്സ് ആയിട്ട് മാത്രം കാണുക. ഈ ട്രേഡിങ്ങിനെ നിങ്ങളുടെ ഒരു മേജർ ഇൻകം സോഴ്സ് ആക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു പ്രഷർ വരും. അതായത് ചിലപ്പോൾ ഈ ഒരു ട്രേഡിങ് പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ മന്തിൽ എക്സ്പെൻസ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ പ്രോഫിറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രഷർ ഉണ്ടാകുകയാണ്. ആ പ്രഷർ കാരണം തന്നെ, ആ സൈക്കോളജിക്കൽ പ്രഷർ കാരണം തന്നെ നിങ്ങൾ പല തെറ്റായ ഡിസിഷൻസ് ട്രേഡിങ്ങിൽ എടുക്കും. അങ്ങനെ നിങ്ങളുടെ ക്യാപിറ്റൽ നല്ല രീതിക്ക് നിങ്ങൾ വൈപ്പ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളെപ്പോഴും ട്രേഡിങ്ങിനെ നമ്മുടെ വീട്ടിലാകും, ഫാമിലിയാകും, അങ്ങനത്തെ പല സിറ്റുവേഷൻസും അവർക്ക് അതിനു വേണ്ടി നമുക്ക് ഇൻകം കണ്ടെത്താനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണരുത്. നമ്മളെപ്പോഴും ഇതിനൊരു നമുക്ക് പല ഇൻകം സോഴ്സ് ഉണ്ടാവും, അതിനോടൊപ്പം ഒരു ഇൻകം ആയിട്ട് മാത്രം ഈ ട്രേഡിങ്ങിനെ കാണുക. അതല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു പ്രഷർ നിങ്ങളുടെ മേലെ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും നല്ല രീതിക്ക് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ട്രേഡിങ്ങിനെ ഒരു സൈഡ് ഇൻകം ആയിട്ട് മാത്രം കാണുക. ഒരു മേജർ ഇൻകം അല്ലാതെ ഒരു സൈഡ് ഇൻകം ആയിട്ട് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മേജർ ഇൻകം ആയിട്ട് കാണാം. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4-5 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പ്രോ ട്രേഡർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന് തന്നെ നല്ല രീതിക്ക് മനസ്സിലാവും മാർക്കറ്റ് എന്താണ്. കംപ്ലീറ്റ്ലി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഫുൾ ടൈം ട്രേഡറൊക്കെ ആകും. പക്ഷേ അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ട്രേഡിങ്ങിന് എപ്പോഴും ഒരു സൈഡ് ഇൻകം ആയിട്ട് മാത്രം കാണുക. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് റോങ് അപ്രോച്ച് ടുവേർഡ്സ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലവരും ഈ ട്രേഡിങ്ങിനെ കാണുന്നത് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറോ ഇല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഇങ്ങനത്തെ പല തരത്തിലും 3-4 വർഷമെങ്കിലും ഒരു നമ്മുടെ ആ കോഴ്സ് ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഈ ട്രേഡിങ്ങിൽ വരുന്നവർ 2-3 മാസം കൊണ്ട് ട്രേഡിങ് പഠിക്കാൻ പ്രോഫിറ്റബിൾ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വരിക. അല്ല, അത് ഒരിക്കലും ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് തന്നെയല്ല. നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് പറയുന്നത് ഒരു പ്യൂർലി ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് പഠിച്ചെടുക്കാൻ അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അതിൻ്റെ സമയം വേരി ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കുക, ട്രേഡിംഗ് ഇസ് എ സ്കിൽ. അത് നിങ്ങൾ ഒരിക്കലും ഒരു പെട്ടെന്നൊരു പല ബുക്സ് വായിച്ചുകൊണ്ട് നേടേണ്ട ഒരു കാര്യമല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിങ്ങിന് ഒരു സ്കില്ലായിട്ട് മാത്രം കാണുക. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും വിചാരിക്കും ട്രേഡിംഗ് പറയുന്നത് എപ്പോഴും ജയം മാത്രമാണ്. അതല്ല. ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ്ങിൽ എപ്പോഴും നല്ല രീതിക്ക് ലോസുകൾ ഉണ്ടാകാറുണ്ട്. ആ ലോസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് എങ്ങനെ നമ്മൾ വിജയിക്കോ ഇല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ്. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു 1:2 റിസ്ക് റിവാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 ട്രേഡിങ്ങിൽ 10 നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ബാക്കി 10 കാരണം നിങ്ങളുടെ ഈ നഷ്ടപ്പെട്ട 10 ലോസ് കൂടെ കവർ ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴും കാരണം നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രേഡിംഗ് പെയറിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെയോ ഇതിൻ്റെ ഒന്നും നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു നമ്മളൊരു പ്രോബബിലിറ്റി, ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളവിടെ നമ്മുടെ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമ്മളവിടെ ട്രേഡ് ചെയ്യണം. അപ്പോൾ ആ ട്രേഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ മിനിമം എമൗണ്ട് നമ്മൾ നഷ്ടപ്പെടുള്ളൂ എന്നുള്ള പല സ്ട്രാറ്റജീസും കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ശരിക്കും അവിടെ ജയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് മനസ്സിലാക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വിന്നിങ് മാത്രമല്ല ലോസും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ടാവും. ആ ലോസുകൾ നിങ്ങളൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക. നല്ല രീതിക്ക് ആ ലോസുകൾ എന്തുകൊണ്ട് പറ്റിയെന്ന് പഠിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു ട്രേഡറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നാലാമത്തെ ഒരു കാര്യം പലർക്കും പറ്റുന്നതാണ്, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പല ഇൻഡിക്കേറ്റേഴ്സും പല പ്രൈസ് ആക്ഷൻ മെത്തേഡ്സും ഇങ്ങനത്തെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചേർന്ന നമ്മുടെ ബിഹേവിയറിന് സ്യൂട്ടായ ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ സ്ട്രാറ്റജി ഇല്ലാതെ റാൻഡം ട്രേഡ് എടുത്തുകൊണ്ട് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റോ മണി മാനേജ്മെൻറ്റോ റിസ്ക് മാനേജ്മെൻറ്റോ ഒന്നുമില്ലാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പോഴും അവർക്ക് ചിലപ്പോൾ വലിയ വിന്നുണ്ടാവും, അതേപോലെ തന്നെ നല്ല രീതിക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഒരു 30 ഡേയ്സിൽ എടുക്കേണ്ടത് വെച്ചാൽ അവരെപ്പോഴും ഒരു ലോസ് തന്നെ ആയിരിക്കും.
അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ്, എന്താണ് സ്ട്രാറ്റജി, ഇങ്ങനെ പഠിക്കാവുന്നതാണ്. ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിലിറ്ററിയോ അല്ലെങ്കിൽ പോലീസ് ഇങ്ങനത്തെ പല ജോബ്സിലായാലും അവിടെയൊക്കെ നല്ല രീതിക്ക് ഡിസിപ്ലിൻ വേണ്ട കാര്യമാണ്. അപ്പോൾ അതിനേക്കാളും ഡിസിപ്ലിൻ വേണ്ട ഒരു സ്ഥലമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരുന്ന വെച്ചാൽ അതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി നിങ്ങൾ എത്ര രൂപ ഒരു ദിവസം നഷ്ടപ്പെടും, എത്ര ട്രേഡാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, ഇനി ഇമോഷണൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ, റിവെഞ്ച് ട്രേഡിങ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസിപ്ലിനിൽ പെടും. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നല്ല ഹെവിലി എന്താ പറയുക, ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഈ ഡിസിപ്ലിനെ നിങ്ങൾ അക്യൂർ ചെയ്യുന്നോ ആ നിമിഷം തൊട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാൻ തുടങ്ങും. ഡിസിപ്ലിൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടവും വരുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ 5 കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രഷറാണ്. എപ്പോഴും ട്രേഡിങ്ങിനെ ഒരു സൈഡ് ഇൻകം ആയിട്ട് കാണുക, ഒരു മെയിൻ ഇൻകം സോഴ്സ് ആക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് റീസൺ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റോങ് അപ്രോച്ചാണ്. അത് ട്രേഡിങ്ങിനെ ഒരു എന്താ പറയുക വിന്നിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കാണുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, ഈ ഒരു എന്താ പറയുക സെക്കൻഡ് റോങ് അപ്രോച്ചിൽ പലവരും വരുന്നത് ഈ ഒരു $5-6 അല്ലെങ്കിൽ ഫോറക്സ് ബ്രോക്കറിൽ മിനിമം ഡെപ്പോസിറ്റായി $5-10 ഇട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു $5-10 അവർക്ക് 1000 അല്ലെങ്കിൽ $2000 കോമ്പൗണ്ട് ചെയ്താക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പലവരും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോകുന്നുമുണ്ട്. അപ്പോൾ ഈ റോങ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പലപ്പോഴുമായിട്ട് നമ്മുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സൈഡ് ഇൻകം ആയിട്ട് കാണുക. നിങ്ങൾക്ക് വേറെ പല ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ ഈ നഷ്ടമൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് നികത്താൻ പറ്റും. ഓക്കെ, വേറെ വല്ല ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ വെച്ച് ക്യാപിറ്റൽ കുറച്ചൊന്ന് റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും എപ്പോഴും ഒരു ട്രേഡിങ്ങിൻ്റെ എന്താ പറയുക നല്ല രീതിക്ക് ഇൻകം ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു മന്ത് ആദ്യം ഒരു $10 ഇട്ടു, ഒരു മാസം കഴിഞ്ഞ് $100 ആക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും നമുക്ക് നഷ്ടം വരുന്നത്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് നമ്മളെപ്പോഴും വിന്നിങ് മാത്രമല്ല, ട്രേഡിങ്ങിലും വിന്നിങ്ങിനേക്കാളും ലൂസ് ഉണ്ടാവും. അപ്പോൾ ആ ലൂസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ വിന്നിങ് കാപ്പബിലിറ്റി. നാലാമത്തെ കാര്യം എന്നത് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എത്ര പെട്ടെന്ന് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് വേഗം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അഞ്ചാമത്തെ കാര്യം ഡിസിപ്ലിൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്, ഡിസിപ്ലിൻ എപ്പോഴും നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങൾക്കൊരു